ബംഗാളിലേക്കാണ്. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണവും ഇന്ന് അവസാനിക്കുകയാണ്. 152 മണ്ഡലങ്ങളാണ് ബംഗാളിൽ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക. BJPയുടെ സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം അടക്കം പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിലുണ്ട്. വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയ കേന്ദ്രവിരുദ്ധ പ്രചാരണങ്ങൾ കണ്ട ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഒപ്പം തന്നെ BJP അവരുടേതായ പല വിഷയങ്ങളും ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നുള്ള വിവരം? കൃഷിന് ഏതായാലും പൊരിഞ്ഞ പ്രചാരണം കണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ആദ്യഘട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ട് അവസാനിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ BJP കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സിലിഗുരി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. മമതാ ബാനർജി അടക്കമുള്ള TMC നേതാക്കളും ഇന്നിപ്പോൾ ആ മേഖലകളിൽ പ്രചാരണത്തിന് വരുന്നുണ്ട്. വലിയ റോഡ് ഷോകളും മറ്റും ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് എമ്പാടും ആ തരത്തിൽ വലിയ റോഡ് ഷോകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. വലിയ നേതാക്കൾ ദേശീയ തലത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തി പ്രചാരണം നടത്തുന്നതാണ് BJP ക്യാമ്പിൽ പൊതുവെ കണ്ടത്. മമതാ ബാനർജി തന്നെയാണ് തൃണമൂലിന്റെ പ്രചാരണത്തെ നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 152 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. അതിൽ സിലിഗുരി, അതായത് നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സിലിഗുരി അടക്കമുള്ള മേഖലകളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് മണ്ഡലങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മാത്രമാണ് വരുന്നത്. 142 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-ാം തീയതി നടക്കുകയും ചെയ്യും. ഏതായാലും വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. തുടക്കത്തിൽ SIR ആയിരുന്നു, പിന്നീട് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച. വെസ്റ്റ് ബംഗാൾ പ്രാദേശിക വികാരം ഉണർത്തിയുള്ള മമതാ ബാനർജിയുടെ പ്രചാരണം. ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമന്ത്രി ഈ പ്രചാരണ കാലത്ത് ഉയർത്തിയത്. വനിതാ സംവരണത്തെ തോൽപ്പിച്ചു കളഞ്ഞു, വനിതകളോടുള്ള നിഷേധാത്മകമായ സമീപനമാണ് ഇത് എന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രി റാലികളിൽ സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് വനിതകളെ സ്ഥാനാർത്ഥികളാക്കി ഞങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നതാണ് മമതാ ബാനർജി തിരിച്ചു ചോദിച്ചത്. മുൻപ് വനിതാ സംവരണ ബില്ല് നടപ്പാക്കുകയും പാസ്സാക്കുകയും പിന്നീട് അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്ത നയത്തെയും അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. SIRൽ നിന്ന് കുറെ മനുഷ്യർ പുറത്തുപോയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം 6 ലക്ഷത്തോളം പേർ തിരികെ പട്ടികയിലേക്ക് വന്നതും കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അവസാന ദിവസവുമാണ്. ആദ്യഘട്ട പോളിംഗുമായി ബന്ധപ്പെട്ട് SIRൽ എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്താനുള്ള അവസരം ഇന്നിപ്പോൾ കഴിയുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് അവസാന ദിവസത്തേക്ക് കടക്കുമ്പോഴും വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് വോട്ടർ ലിസ്റ്റിൽ എത്ര പേർക്ക് കടന്നുകൂടാൻ കഴിയും എന്ന തരത്തിലുള്ള ആശങ്ക കൂടി ഇന്ന് നിലനിൽക്കുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.